ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നേരിട്ട് സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം. എന്തേ? ഈ കുടുംബത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി താങ്കൾക്ക് എന്താ മനസ്സിലാവേണ്ട വെച്ചാ ചെറുക്കനോട് ചോദിച്ചു മനസ്സിലാക്കുക. മോളെന്നാ വന്നേ? ഞാൻ ഇന്നലെ എത്തി. അത് ശരി. വിശദമായൊന്നും പറഞ്ഞില്ല. നീയിപ്പോ അവർ തമ്മിൽ സംസാരിക്കട്ടെ. ബ്രോക്കറേട്ടന് എന്നെ കുറിച്ചൊന്നും അറിയില്ല. പുള്ളിക്കാരൻ എന്തൊക്കെയാ തട്ടിവിട്ടത്? താൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാൻ ബ്രോക്കർ കുറച്ച് കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പയ്യൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന പോലെ ഇപ്പൊ ഫെമിനിസവും. ഞാനൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ഫെമിനിസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഫെമിനിസം എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞതിനോട് തർക്കിക്കുന്നവരും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് 2 പുരുഷന്മാരാണ്. ഒരു സ്ത്രീയും ഇതുവരെ എന്നെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല. ഞാനത് ഓപ്പണായിട്ട് തന്നെ പറയാം. പിന്നെ ഞാൻ പറഞ്ഞ 2 പുരുഷന്മാരിൽ ഒരാളാണ് പുറത്ത് ആ സോഫ സെറ്റിൽ ഇരിക്കുന്നത്. എന്നെ ഫെമിനിസ്റ്റ് ആക്കിയതിൽ ഫേസ്ബുക്കിനുള്ള പങ്ക് ചെറുതൊന്നും അല്ല. ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നപ്പോൾ അറിയായിരിക്കുമല്ലോ IT ഫീൽഡിലെ വർക്ക് പ്രഷറിനെ കുറിച്ചൊക്കെ. ലോഡ് താങ്ങാനാവാതെ വരുമ്പോൾ ടെൻഷനടിച്ച് മരിക്കാതിരിക്കാനായിട്ട് സിഗരറ്റ് വലിച്ചു തുടങ്ങിയതാണ്. ഒരിക്കൽ ഞാൻ വലിക്കുന്ന പിക്ക് എങ്ങനെ FB പ്രത്യക്ഷപ്പെട്ടു. ഒരുപാട് പേര് തെറിവിളികളായിട്ടൊക്കെ വന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് തെറി വിളിച്ച് എന്നെ ഫെമിനിസ്റ്റ് ആക്കി. തിരിച്ച് ഞാനും വിളിച്ചു തുടങ്ങിയപ്പോൾ എനിക്കും തോന്നി തുടങ്ങി ഞാനും ഫെമിനിസ്റ്റ് ആണെന്ന്. അനിൽ, ഡു യു സ്മോക്ക്? ഇപ്പോഴില്ല, നിർത്തി. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ നിർത്തി. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറ്റുമോ? നമ്മളാൽ കഴിയുന്നതല്ല, അതിൽ തെറ്റില്ലല്ലോ. യാ, ഡെഫിനറ്റ്ലി. ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് വർക്ക് പ്രഷർ കൂടുമ്പോൾ പറ്റുന്നില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് പോലെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലത്. ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങിൽ നിന്നും ഒരു കാഷ്വൽ ടോക്കിലേക്ക് വന്നിട്ടുണ്ട്. താങ്ക്സ്. എക്സ്ക്യൂസ് മീ. എന്തായി സാറേ, ടോക്കൺ വാങ്ങി പേഷ്യന്റ് അകത്ത് വന്നോ? ടോക്കൺ സിസ്റ്റമാണ് പെണ്ണ് കാണില്ലെന്നും പറഞ്ഞ് പണ്ടിട്ട പോസ്റ്റിന് ഇപ്പൊ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിലും ഡോക്ടർക്ക് ശവത്തെ കുത്തി നല്ല ശീലമാണല്ലോ. എന്നാലും അതിപ്പോ തന്നെ വേണോ? ഞാൻ ചുമ്മാ പറഞ്ഞാടി. അതിന് നീ ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ഒന്നും അല്ലല്ലോ. എന്നാലും നിന്റെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. അതെങ്ങനെ? അത് കാണുമ്പോ തന്നെ അറിയാം എവിടം വരെയാണെന്ന്. മതി നിന്റെ സർജറി. ഓക്കേടാ, അപ്പൊ കച്ചവടമൊക്കെ ഉറപ്പിച്ചിട്ട് വിളിക്ക്. ആ, നോക്കട്ടെ കച്ചവടം ഉറപ്പിക്കണോന്ന്. പുള്ളി അധികം വാ തുറക്കുന്ന കൂട്ടത്തിലല്ലാന്ന് തോന്നുന്നു. അപ്പൊ പണിയാണ് മോളെ. വാ തുറക്കാത്തവൻ കിടുവായിരിക്കും. ശരി. സോറി, എൻ്റെ ഫ്രണ്ടാ വിളിച്ചത്. പുള്ളിക്കാരിക്ക് എന്തായെന്നറിയാനൊരു ഇത്. നമ്മളെക്കാൾ കൂടുതൽ പ്രതീക്ഷ പെണ്ണാണല്ല മറ്റുള്ളവർക്കായിരിക്കും. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുന്നത് പോലെ ബോർ ഏർപ്പാട് വേറെ ഇല്ല. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുന്ന രസം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാന്നാലും പറയും. എനിക്കറിയാം അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അച്ഛൻ്റെ അടുത്ത് ഈ മകളുടെ കല്യാണം ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അതിന്റെ വാശിക്കാണ് ബ്രോക്കറേഡിനെ കണ്ടുപിടിച്ച് ഈ സീൻ വരെയൊക്കെ എത്തിയത്. ചില രംഗങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് തോന്നുമെങ്കിലും അത് ആരൊക്കെയോ വരച്ച പ്ലാനുകളാണ്. ആ പ്ലാനിലെ എലിവേഷനും സൈഡ് വ്യൂവും ആണ് നമ്മൾ. ബിടെക് സിവിലായിരുന്നോ? നോ, മെക്. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നിലവിൽ ജോലിയില്ല, റിസൈൻ ചെയ്തു. ഇനിയുള്ള ജീവിതം കൃഷിക്കാരനായി തുടരാനാണ് താല്പര്യം. അച്ഛൻ സൂചിപ്പിച്ചിരുന്നു. അതും ഇനി ആരുടെങ്കിലും പ്ലാൻ ആണോ? അല്ല, സ്വന്തം. ഓക്കെ. അലീന, താൻ എന്നെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ട്. അറിഞ്ഞേ പറ്റൂ. അനിൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ലില്ല. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അനിലിനൊന്നും ചോദിക്കാനില്ലേ? ഞാൻ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ആളാണ്. എൻ്റെ സംസാരം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ നിർത്താറില്ല. ഓപ്പണായിട്ട് സംസാരിക്കുന്നവരെ ആർക്കാ ഇഷ്ടമില്ലാത്തത്? ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു, പക്ഷെ ഇപ്പില്ല, നിർത്തി. എന്താ ഇത്? വലി നിർത്തി ഇപ്പോൾ സംസാരവും നിർത്തുവാണോ? ഒരു കല്യാണമൊക്കെ ആയെന്നും പറഞ്ഞ് ഇത്രയ്ക്കൊക്കെ ലിമിറ്റഡ് ആവണോ? ശീലങ്ങൾ മാറിയെങ്കിലും ഓർമ്മകളെ ലിമിറ്റഡ് ചെയ്യാൻ പറ്റില്ല.
ഇങ്ങനെ ബ്രേക്കപ്പ് സീനിൽ എത്തിക്കാനല്ല ഞാൻ നിന്നെ. പപ്പ പോയി. ഇനി ഞാനാണ് എൻ്റെ ഫാമിലിയെ നോക്കേണ്ടത്. അവരെ വിട്ട് ഞാൻ എങ്ങനെ ഇറങ്ങി വരും അനിൽ? മതത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് ഞാൻ നിന്നിലേക്ക് എത്തിപ്പെട്ടത് നിന്നെ നഷ്ടപ്പെടുത്താനല്ല. മതത്തിന്റെ അതിർവരമ്പ് കടന്ന് അനിലിന്റെ വീട്ടുകാർക്ക് എന്നെ ഉൾക്കൊള്ളാനാവില്ല, അതെനിക്കറിയാം. നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ പല നഷ്ടങ്ങളും ഉണ്ടാവും, ഓർത്തോ നീ. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടല്ലോ എന്ന യാഥാർത്ഥ്യത്തിൽ ആശ്വസിക്കാം. ഒരു തരത്തിൽ എല്ലാം ഒരു വേദനയാണ് അനിൽ. അനിൽ, പ്രണയത്തിനല്ല ഞാനിപ്പോൾ മുൻതൂക്കം നൽകുന്നത്. എന്നെ ആരും പ്രേമിച്ച് കഷ്ടപ്പെടണ്ട. അച്ഛനോട് വഴക്കിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ നീ കൂടെ ഉണ്ടാവണം. അതെനിക്ക് കഴിയില്ല അനിൽ, അത് അനിലിനറിയാം. എനിക്കറിയില്ല അന്ന, പ്ലീസ്. ഒരു ഉത്തരം കിട്ടാൻ പല ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് വയ്യ. എന്റെ ചോദ്യം ഇവിടെ അവസാനിക്കണം. ഞാനാണ് പോകുന്നതെങ്കിലും നീയാണ് അകലുന്നത്. ഞാൻ ഒരിക്കലും മറക്കില്ല. നഷ്ടപ്രണയത്തിൻ സുഖമുള്ളൊരോർമ്മകൾ കാർമേഘം പോലെ തെളിഞ്ഞിടുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയോടൊപ്പമാ ഓർമ്മകളോരോന്നും അലിയുന്നുവോ അലിയുന്നുവോ? നിലയ്ക്കാതെ ചൊരിയുന്ന മഴ പോലെ എന്നിലെ ഓർമ്മ തൻ ശലഭങ്ങൾ പറന്നകന്നു. ഇനി വരും കാലത്തെ മാത്രകളൊക്കെയും മഴ പോലെ പെയ്തു മറഞ്ഞിടട്ടെ മറഞ്ഞിടട്ടെ. എന്തു പറ്റിയാ ഒരു തകർന്ന അവസ്ഥ? നീ പറയേ, എന്തു പറ്റി? ഇല്ലളിയ, ഒരുപാട് സ്വപ്നം കണ്ടുപോയി. സ്വപ്നങ്ങൾ തകർന്നവൻ്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ. അതിനാളെ ഞാൻ പറയുന്നത്, സ്വപ്നങ്ങൾക്കും ജീവിതത്തിനും ഏറ്റവും ഭാരം കൂടിയത് ആണുങ്ങളുടെ ജീവിതത്തിന് മാത്രം തന്നെയാണ്. അത് വായിച്ചവർ ആലോചിക്കുമ്പോൾ ചിരിക്കും, വായിക്കാനിരിക്കുന്നത് വിഷമിക്കും. തോറ്റു കൊടുക്കരുത്. ചരിത്രം ജയിച്ചവരുടെ മാത്രമല്ല, തോറ്റവരുടെയും കഥ പറയും. അത് കാരണം നീ തോറ്റു എന്നല്ല, നീ ജയിക്കണം. ജയിച്ചു വരുന്നവർ ഇവിടെ ഉള്ളവരെ കാണണം. അറിയാം, ഞാൻ തോറ്റു കൊടുക്കില്ല. ഞാൻ അഭിനയിച്ചു തുടങ്ങണം എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി. അത് കലക്കി പോണേ. എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ? എവിടേക്ക്? രണ്ടര പഠിക്കാൻ. ആദ്യമായിട്ടാണ് എൻ്റെ വോയിസ് ലിമിറ്റ് ചെയ്യുന്നത് അനിലിന് വേണ്ടി. അനിലാണ് സംസാരിക്കേണ്ടത്, പക്ഷേ അനിൽ സംസാരിക്കുന്നത് ഓർമ്മകളിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് പുരുഷൻ എത്ര ഉയരത്തിൽ കയറിയാലും തന്നെയും കയറ്റണമെന്ന സ്ത്രീ സമത്വം നല്ലത് തന്നെ. പക്ഷേ താഴെ ആ സമുദ്രത്തിലേക്ക് വീണാൽ നീന്താനുള്ള ശക്തി സ്ത്രീക്കുണ്ടായിരിക്കണം. കമ്മ്യൂണിസ്റ്റിൻ്റെ ചുവപ്പിനും ലിപ്സ്റ്റിക് ഫെമിനിസ്റ്റിൻ്റെ ചുവപ്പിനും ഒരേ നിറമല്ല. അത് മനസ്സിലാക്കുന്ന കാലത്ത് സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന പുരുഷനും ഫെമിനിസ്റ്റ് ആണെന്ന് തനിക്ക് മനസ്സിലാവും. അന്ന് നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം. ഇതിൽ ആരാണ് ശരി? കുടുംബത്തിനു വേണ്ടി പ്രണയത്തെ തിരസ്കരിച്ച അന്നയോ? ലിപ്സ്റ്റിക് ഫെമിനിസം കൊണ്ട് ലോകം ചുവപ്പിക്കാമെന്ന് കരുതുന്ന അലീനയോ? എല്ലാ നഷ്ടങ്ങളും സഹിച്ചു ശബ്ദത്തിൽ നിന്നും മൗനത്തിലേക്കുള്ള ദൂരം അളക്കുന്ന അനിലോ? കാറ്റൊരുപാടായില്ലേ? ഞാൻ പറഞ്ഞ രണ്ട് പുരുഷന്മാരിലെ ഒരാളാണ്. കുഴപ്പമില്ല.